പീരിയഡ്സിന്റെ സമയത്ത് സ്ത്രീകൾ അണ്ടർഗോ എ ലോട്ട് ഓഫ് ഇമോഷൻസ്. ഇപ്പോഴും ആർത്തവ സമയത്ത് തുണി മടക്കി ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിമൻ. ചില ആൾക്കാർ എക്സ്ട്രീം ബ്ലീഡിങ് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും, എക്സ്ട്രീം പെയിൻ ഉള്ള ആൾക്കാരായിരിക്കും. ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നമ്മൾ ആർത്തവത്തിലിരിക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്? They are going through this time and they need attention and they need affection. ഡൽഹിയിൽ തന്നെ സിറ്റി വിട്ടാൽ റൂറൽ ഏരിയാസിൽ ഇപ്പോഴും തുണി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഒരുപാട് പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാകും, അത് ഹൈമൻ ബ്രേക്ക് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഒരു പീരിയഡ്സ് ആവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനോട് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല, എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി വരാറുണ്ട്. പക്ഷെ ഇപ്പോഴും പലർക്കും ഇതിങ്ങനെ തുറന്നു പറയുക എന്ന് പറയുന്നത് വലിയ പ്രശ്നം. ഇതെന്തോ ഒളിച്ചു വെക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ ഈ ആർത്തവ വേദനയെ കുറിച്ചാണെങ്കിലും കപ്പിനെ കുറിച്ചാണെങ്കിലും ഈ സംസാരിക്കുന്നതിൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സ്ത്രീകൾ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ? കൂടെയുള്ളത് ഹൈബീൻ എം പി ആണ്. നമസ്കാരം. 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 എപ്പോഴും രാഷ്ട്രീയമാണല്ലോ സംസാരിക്കുന്നത്, എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് പിടിച്ച് കളയാമെന്ന് ഞാൻ നിങ്ങൾ വിചാരിച്ചു. വേറൊന്നല്ല, ആർത്തവത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഒരു രാഷ്ട്രീയ പ്രതിനിധി, ഒരു പൊതുപ്രവർത്തകൻ ഇങ്ങനെ ആർത്തവത്തെ കുറിച്ച് സംസാരിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ ഇതുവരെ അധികം കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ കപ്പ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു, മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്നു, അത് ഗിന്നസ് റെക്കോർഡിലേക്ക് ഇറക്കാൻ പോകുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പ്രചോദനം ശരിക്കും എന്തായിരുന്നു? ഇങ്ങനെയുള്ള പദ്ധതികൾ എന്റെ മണ്ഡലത്തിൽ വേണം എന്നുള്ള തീരുമാനം. യഥാർത്ഥത്തിൽ ഒരു 2024 ഒരു വേൾഡ് ഇന്റർനാഷണൽ വിമൻസ് ഡേയുടെ അന്നാണ് നമ്മൾ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. പക്ഷെ അതിനൊരു പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം, ഞാൻ 2011 ആദ്യമായിട്ട് MLA ആവുന്നത്. അപ്പോൾ 2013 സമയത്ത് നമ്മളൊരു സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീൻ ഇൻസിൻറേറ്ററിൻ്റെ ഒരു പ്രോജക്റ്റ്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന പ്രോജക്ട്സിൽ നിന്ന് മാറി എന്നാലൊരു ജനപ്രതിനിധി വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെക്കുക. എൻ്റെ വൈഫിൻ്റെ ഒരു ഇൻസ്പിറേഷനും ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച്, അതിന് 2 കാര്യമുണ്ട്. ഒന്ന്, അതിന് ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നായിരുന്നു ആ പ്രോജക്റ്റിൻ്റെ പേര്. നമ്മൾ കണ്ടുവരുന്നൊരു സ്ഥിരമായിട്ടുള്ളൊരു ശൈലിയിൽ നിന്ന് മാറി എന്താ പറയുക, ഒരു സർക്കാർ സ്കൂളിൽ നമ്മളൊരു സാനിറ്ററി നാപ്കിൻ ഒരു ക്ലോസറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലോഗ്ഡ് ആവും. പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും അത് വന്ന് ശരിയാക്കിയാൽ അത് ശരിയാവും. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നും പിന്നെ നമ്മൾ കണ്ടുവരുന്നൊരു ശീലമാണ്. എൻ്റെ ഒരു ടെഡ് ടോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രെഡ് പാക്കറ്റ്. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴും അതൊരു ബ്രെഡ് പാക്കറ്റ് ആയിരുന്നു. അതായത് ഞങ്ങൾ അങ്ങനെ പാഡ്, സാനിറ്ററി പാഡ് എന്ന് പറയാൻ ഭയങ്കര മടിയാണ്. പാഡ് ഉണ്ടോന്ന് അടുത്ത പെൺകുട്ടിയോട് തന്നെ നമ്മൾ ചോദിക്കുക. അപ്പൊ നമ്മൾ ഇതിങ്ങനെ പൊതിഞ്ഞ് കെട്ടി വളരെ രഹസ്യമായിട്ട് വെച്ചോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതൊരു ഓപ്പൺ സിസ്റ്റം ആയിരിക്കണം, ആൺകുട്ടികളും കാണും. എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിൽ അത് വളരെ കോമൺ ആണ്. 1 രൂപ ഡ്രോപ്പ് ചെയ്ത ഒരു പാഡ് കിട്ടും. ആ പാഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് റൂമിൽ, ടോയ്ലറ്റിൽ ഇൻസിൻറേറ്റർ ഉണ്ടാവും, അതിൽ ബേൺ ചെയ്യും. ഒരു കൾച്ചർ ഇങ്ങനെ ആക്കിയെടുക്കണം എന്നൊരു ഉദ്ദേശം 25 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് തുടങ്ങി. നമ്മുടെ എറണാകുളം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. നമ്മുടെ പ്രശസ്ത നടി രേവതി, സിന്ധു സൂര്യകുമാർ, അതുപോലെ തന്നെ ADGP ആയിരുന്ന ശ്രീലേഖ IPS, ഇവർ 3 പേരും, അന്നത്തെ ഡെപ്യൂട്ടി മേയർ ഒരു ലേഡി ആയിരുന്നു ഭദ്ര, ഇവരെല്ലാവരും കൂടി വന്ന് ഈ പ്രോജക്റ്റ് ഇനോഗ്രേറ്റ് ചെയ്തു. ഇത് ഭയങ്കര സക്സസ്ഫുൾ ആയി. നമ്മളിത് ചെയ്തത് അവിടുത്തെ PTA കമ്മിറ്റിനെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. PTA കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാനിറ്ററി നാപ്കിൻ റീഫിൽ ചെയ്യുന്നത് അവരാണ്, അതിൻ്റെ റിവ്യൂ നടത്തുന്നവരാണ്. അപ്പോൾ ഒരു പാർട്ടിസിപ്പേഷൻ പാരൻസിനും ടീച്ചേഴ്സിനും കുട്ടികൾക്കും ആയി. അങ്ങനെ ഈ പ്രോജക്റ്റ് MP ആയപ്പോൾ 150 സ്കൂളുകളിലേക്ക് വ്യാപിച്ചു. ആ കോവിഡ് സമയത്തായിരുന്നു. അപ്പോഴും അതിനൊരു വൈഡ് റെസ്പോൺസ് കിട്ടി. അപ്പോൾ ഇതൊരു ഘട്ടം കഴിഞ്ഞു, ഇത് നന്നായി നടന്നു, ഞങ്ങൾ റിവ്യൂ ചെയ്തു, ഇറ്റ് വെന്റ് വെൽ. അപ്പം ഞങ്ങൾ ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഒരുപാട് പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാകും,
അത് ഹൈമൻ ബ്രേക്ക് ചെയ്യും അതെ എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു ഒരുപാട് തെറ്റിദ്ധാരണ. അപ്പോൾ ഈ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ ആക്ടർ പാർവതിയാണ് പറഞ്ഞത് മെൻസ്ട്രുവൽ കപ്പിലേക്ക് എന്തുകൊണ്ട് നമുക്ക് മാറിക്കൂടാ എന്നുള്ള ഒരു ചിന്തയാണ് ഒരു ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ നമ്മൾ പ്രഖ്യാപിച്ചു. പണം എവിടെ നിന്ന് വരും, MP ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെ കുറെ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. പക്ഷെ വി ഫൗണ്ട് എ പെർഫെക്റ്റ് CSR പാർട്ട്ണർ. അവര് 1.5 കോടി രൂപ നമ്മൾക്ക് നൽകി. അപ്പോഴും ഞങ്ങൾക്ക് കപ്പ് വിതരണം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോ ഒരു MP കപ്പ് വിതരണം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇനി എനിക്ക് വല്ല കപ്പ് കമ്പനി ഉണ്ടോ എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അവരെ ഇത് അറിയാൻ പറ്റില്ല, കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു ബോൾഡ് മൂവാണ്. ഇത് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യും, ചിലപ്പോൾ ഒരു ബൂമറാങ് പോലെ തിരിച്ചു വരും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒരു ടെക്നിക്കൽ എക്സ്പേർട്സ് ആയിട്ടുള്ള നമ്മുടെ IMA ഡോക്ടേഴ്സാണ്. അപ്പൊ ഡോക്ടേഴ്സ് തീരുമാനിക്കട്ടെ എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി ഓഫ് ദ കപ്പ് എന്തായിരിക്കണം. അപ്പോൾ ഒരുപാട് കപ്പ് മാനുഫാക്ചറേഴ്സ് വളർന്നു വരുന്നു, ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അവരൊരു കാര്യം പറഞ്ഞു, പ്ലാറ്റിനം ക്യോർഡ് സിലിക്കൺ ആയിരിക്കണം കപ്പിന്റെ ഇത് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഇന്ത്യയിൽ ഒരുപാട് അറിയപ്പെടുന്ന കമ്പനി സ്റ്റാർട്ടപ്സ് എല്ലാം കൊച്ചിയിൽ വന്നു, ഇവരായിട്ട് ചർച്ച ചെയ്തു. ഞങ്ങൾക്ക് ഒരു കപ്പ് കിട്ടിയത് 49.5 രൂപയ്ക്കാണ്. വിപണിയിൽ 500-1000 രൂപയ്ക്കൊക്കെ കപ്പ് വിൽക്കുന്നുണ്ട്. ഞങ്ങൾ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ആ കമ്പനി വാസ് വെരി പാഷനേറ്റ്. അവര് വന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ആ കപ്പിന്റെ പൗച്ചിങ്ങും ബോക്സും എല്ലാം ബ്രാൻഡിങ്ങോട് കൂടിയാണ് നമ്മുടെ ഈ പ്രൊജക്ടിന്റെ കപ്പ് ഓഫ് ലൈഫ് എന്ന് ബ്രാൻഡ് ചെയ്യും. ഇനിഷ്യേറ്റീവ് ഓഫ് IB Eden ഇൻ അസോസിയേഷൻ വിത്ത് IMA ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു പ്രൊജക്ട്. അപ്പൊ ഇത് ഒരു കമ്പനി അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് നന്നായി ടേക്ക് ഓഫ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവർ വന്നു. നല്ല ക്വാളിറ്റി കപ്സ് ആയിരുന്നു. ഞങ്ങളപ്പോൾ ഇത് 1,00,000 കപ്പ് എങ്ങനെ വിതരണം ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മുടെ അടുത്ത ചാലഞ്ച്. പക്ഷെ ആസ് ഇറ്റ് ഗ്രൂ നമ്മൾ വിചാരിക്കുന്നതിലും ക്യാമ്പയിനൊരു വലിയ പിന്തുണ കിട്ടിയെന്ന് മാത്രമല്ല, നമ്മളതൊരു ക്യാമ്പയിൻ്റെ ഒരു തലം തന്നെ മാറി. പുരുഷന്മാർക്ക് വേണ്ടിയായി ക്യാമ്പയിൻ. സ്ത്രീകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും പുരുഷന്മാർ ഇതേക്കുറിച്ച് അറിയട്ടെ. പീരിയഡ്സിന്റെ സമയത്ത് സ്ത്രീകൾ അണ്ടർഗോ എ ലോട്ട് ഓഫ് ഇമോഷൻസ്. അവര് മെൻസ്ട്രുവൽ ക്രാമ്പും പെയിനും വയറുവേദനയും ഒക്കെ ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവരുടെ ഒരു ഇമോഷണൽ സ്വിങ് ആണ്. അവർക്ക് ചില ഭക്ഷണങ്ങളോട് വലിയ ക്രേവിങ്സ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് മധുരമായിരിക്കും, ചില ആൾക്കാർക്ക് എരിവായിരിക്കും, പുളിയായിരിക്കും, ഉപ്പായിരിക്കും. അപ്പൊ ഇറ്റ് ഡിപ്പെൻസ്. അപ്പോ എങ്ങനെയാണ് ഒരു സ്ത്രീനെ ഈ സമയത്ത് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഇത് ഒരുപാട് ഡിവോഴ്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇമോഷണൽ ബ്രേക്ക് ഔട്ടിൽ ഉണ്ടാകുന്ന അടിപിടിയാണ് പിന്നീട് ബന്ധം വരെ വഷളായി പോകുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുരുഷന്മാരെ സെൻസിറ്റൈസ് ചെയ്യാം, കപ്പ് വിതരണം ചെയ്യും, അതോടൊപ്പം തന്നെ പുരുഷന്മാരെ നമുക്ക് കുറെ കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. മെൻസ്ട്രുവൽ പീരിയഡ്സിന്റെ മെൻസ്ട്രുവേഷൻ ടൈമിൽ ഫിസിക്കൽ പെയിനോടൊപ്പം തന്നെ ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ട, അത് ആണുങ്ങൾ എന്താണ് പുരുഷന്മാരെന്താണെന്ന് മനസ്സിലാക്കണം. ഇതായിരുന്നു പിന്നീട് ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ ഒരു ലക്ഷ്യം. ഞങ്ങൾ ഒരു നല്ല ഒരു ആഡ് ഉണ്ടാക്കി. ഐശ്വര്യ ലക്ഷ്മി വാസ് വെരി കൈൻഡ് ഇനഫ്. അതിന് ഒരു 3 മണിക്കൂർ ചെലവഴിച്ചു. കപ്പ് ഓഫ് ലൈഫിനെ കുറിച്ച് പറഞ്ഞു. 3000 days of freedom ആയിരുന്നു ഞങ്ങളുടെ ക്യാമ്പയിൻ. ഇതിൻ്റെ ഒരു എൻവയറമെന്റൽ ഇമ്പാക്ട്, ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്ട്, ഇതിൻ്റെ ഒരു ഇക്കണോമിക് ഇമ്പാക്ട്. സ്ത്രീകളെ കുറച്ചും കൂടി പിടിക്കുന്നത് ഇക്കണോമിക്കൽ ഇമ്പാക്ട് ആയിരിക്കും. അതായത് സാനിറ്ററി നാപ്കിൻ മേടിച്ചാൽ ഒരു വർഷം ഒരു ലൈഫ് ലോങ് ഇത്ര രൂപയാകും, കപ്പ് മേടിച്ചാൽ ഇത്ര രൂപയാകത്തുള്ളൂ. പിന്നെ അത് ഇഫ് യു ഹാവ് എ റീപ്ലേസ്മെന്റ്, 2 കപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും ഉപയോഗിക്കുന്ന സമയത്തും അത് മാറ്റി കഴുകിയിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവുമോ, അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഹൈമൻ ബ്രേക്ക് ആവുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിയുടെ യങ് ഡോക്ടേഴ്സ് അവർ ഭയങ്കര ഒരു ടീമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ 1000 പേരെ ട്രെയിൻ ചെയ്തു, മാസ്റ്റർ ട്രെയിനേഴ്സ്. 126 ഓർഗനൈസേഷൻസ് ആയിരുന്നു. കുടുംബശ്രീ, ആശാ വർക്കർമാര്, പഞ്ചായത്ത് മെമ്പർമാർ, അംഗൻവാടി ജീവനക്കാര്, വിമൻ ഓൺടർപ്രണർ നെറ്റ്വർക്ക്, YWCA, അങ്ങനെ എല്ലാ സംഘടനകളും, കോളേജസ്. ഞങ്ങൾ സ്കൂൾസിലേക്ക് പോയില്ല, കാരണം ഞങ്ങൾ ഡിസൈഡ് ചെയ്തു 18 above എന്നുള്ളത് ഏജ്. കാരണം സ്കൂൾ സ്റ്റുഡൻസിലേക്ക് പോകുമ്പോൾ പിന്നെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അഡ്രസ്സ് ചെയ്യും. അപ്പോൾ ബെറ്റർ നമ്മൾ 18 വയസ്സിന് മുകളിൽ. അപ്പോൾ കോളേജ് ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ
ഈ മ്യൂസിക് ആൽബം ചെയ്തു, മ്യൂസിക് വീഡിയോ ചെയ്തു, ആഡ് വെച്ചു, ഒരുപാട് സെലിബ്രിറ്റീസ് ക്യാമ്പയിൻ ജോയിൻ ചെയ്തു, സൈക്ലത്തോൺ വെച്ചു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ക്യാമ്പയിൻ ഫീൽ ദ പെയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ആയിരുന്നു. അത് പുരുഷന്മാർക്ക് ആർട്ടിഫിഷ്യൽ മെൻസ്ട്രൽ ക്രാംസ് പബ്ലിക് പ്ലേസസിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഞങ്ങൾ ലുലു മാളിൽ പോയിട്ട് ഞാനും നമ്മുടെ ഒരു വ്ളോഗറായിട്ടുള്ള ശരൺ നായരും കൂടി ഇത് വെച്ചു. അപ്പോഴാണ് ഇതിന്റെ ഇന്റൻസിറ്റി കൂടുമ്പോൾ നമുക്ക് ആ പെയിൻ ശരിക്കും ഫീൽ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വെച്ചാൽ പെൺപിള്ളേർക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല, ആൺപിള്ളേർ വേറെ ക്രൈ. അതാ പറഞ്ഞേ, ശരിക്കും ആ ക്യാമ്പയിൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം. കാരണം ഈ പെൺകുട്ടികളുടെ വേദനകൾ, ആ സമയത്ത് അനുഭവിക്കുന്ന വേദനകൾ പലപ്പോഴും ആളുകൾ ഇത്രയൊന്നും വിചാരിക്കുന്നില്ല. ഓ, ഈ പീരീഡ് സമയത്ത് ഇവർക്ക് ഇത്രയും, ആർത്തവ സമയത്ത് ഇവർക്ക് ഇത്രയും വേദനയുണ്ടോ എന്നുള്ളതൊന്നും ആരും അത്രയ്ക്കൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു ക്യാമ്പയിൻ നടന്നപ്പോൾ ആൺകുട്ടികൾ അവർ ആ വേദന കുറെ നേരം അനുഭവിക്കാൻ പറ്റാതെ ചാടി എഴുന്നേക്കുന്നത് കാണുമ്പോഴാണ് ആളുകൾ ദൈവമേ, പെൺകുട്ടികൾ ഇത്രയും വേദന സഹിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. അത് ഒരു ഫാക്ടറാണ്. അതായിരുന്നു ഞങ്ങളുടെ ഒരു ക്യാമ്പയിന്റെ വലിയൊരു ഹൈലൈറ്റ്. കാരണം ഒന്ന്, അവര് ദേ ആർ അണ്ടർസ്റ്റാൻഡിങ് ദ പെയിൻ. മറ്റത്, സ്ത്രീകൾ വളരെ ഹാപ്പി ആയിരുന്നു ഇത് കണ്ടിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും പുരുഷന്മാർ ഇത് അനുഭവിച്ചല്ലോ എന്നുള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ, പക്ഷെ ഇതിന്റെ ഒരു അതർ സൈഡ് ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഒരുപാട് എഡ്യൂക്കേറ്റഡ് വിമൻ ഉണ്ടായിരുന്നു who were not ready to speak about menstruation. അതും ഇതിന്റെ ഒരു ഭാഗമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വളരെ പ്രായമുള്ള ആൾക്കാർ, കുടുംബശ്രീ, അവരൊക്കെ ഇപ്പൊ കപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു. ഞങ്ങൾ ഇത് കഴിഞ്ഞൊരു സ്റ്റഡി നടത്തി. സ്റ്റഡി വാസ് അബൌട്ട് ദ കൺവേർഷൻ റേറ്റ്സ്. SCMSന്റെ മാനേജ്മെന്റ് സ്കൂള് അവരൊരു സ്റ്റഡി നടത്തിയിട്ട് അതിൽ നമ്മൾ കൊടുത്ത 1 ലക്ഷം കപ്പ് എത്ര പേര് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിസൾട്ട് ആയിരുന്നു. 70% ഓഫ് ദ വിമൺ ആർ സ്റ്റിൽ യൂസിങ് ദ കപ്പ്. അപ്പോൾ ഒരു ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു. ഇത്രയും പേര് അത് പിന്നീട് അത് യൂസ് ചെയ്യുന്നു എന്ന് ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു. അപ്പോൾ ഇൻ ജനറൽ ഞങ്ങൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആയിരുന്നു. ഇത്രയും പാഡ്സ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ നമുക്കുള്ള എഫക്റ്റീവ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല. പിന്നെ ഞാൻ പാർലമെന്റിൽ ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊണ്ടുവന്നിരുന്നു മെൻസ്ട്രുവൽ ലീവിന് വേണ്ടിയിട്ട്. അത് ജോബ് ചെയ്യുന്ന സ്ത്രീകൾക്കും സ്കൂൾ കോളേജിലെ കുട്ടികൾക്കും ഇത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസ് ലിവറേജ് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഈ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ തന്നെ ഗവൺമെന്റ് ഓഫ് കേരള എല്ലാ യൂണിവേഴ്സിറ്റീസിനും അത് കൊടുത്തു. ഹരിത കേരള മിഷന് സംസ്ഥാന ഗവൺമെന്റ് ആദ്യത്തെ ബഡ്ജറ്റിൽ 3 കോടി രൂപ, ഇപ്പൊ 10 കോടി രൂപ ഈ ബഡ്ജറ്റിൽ വരും. ഞാൻ പറയുന്നത് 2022 ഈ ക്യാമ്പയിൻ നടത്തിയപ്പോൾ എന്നെ കളിയാക്കിയ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള MP-മാരുണ്ടായിരുന്നു. എന്നെ എന്നെ കളിയാക്കിയ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എന്ന് മാത്രമല്ല, സ്കൂൾസ്, പഞ്ചായത്ത്, കോളേജുകൾ, ഞാനിപ്പോ ഒരു 4 കോളേജ് യൂണിയനുകൾ ഇനോഗ്രേറ്റ് ചെയ്തു. അവിടെ എല്ലാം അവര് തന്നെ CSR ഫണ്ട് കണ്ടുപിടിച്ച് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ കപ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ക്യാമ്പയിൻ ആ ഒരു ഇൻഹിബിഷൻ ബ്രേക്ക് ചെയ്തു. ആളുകൾ മെൻസ്ട്രുവേഷനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി, കപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. നമ്മൾക്ക് എന്താണോ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിച്ചത് അത് സർക്കാരിൻ്റെ ഒരു ചാനലിലൂടെ അതും യാഥാർത്ഥ്യമായി. സോ ഇറ്റ് വാസ് എ സക്സസ്ഫുൾ ക്യാമ്പയിൻ. ഞാൻ വളരെയധികം ഭയന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്ന ഒരു ക്യാമ്പയിനാണ്. അത് മാത്രമല്ല, നമ്മൾ ദൈനംദിനം കാണാത്ത ഒരു വലിയ സെക്ഷൻ ഓഫ് ആളുകളിലേക്ക് ഈ ക്യാമ്പയിൻ എത്തി എന്നുള്ളതും ക്യാമ്പയിൻ്റെ ഒരു വലിയ സക്സസ് ആണ്. അതുപോലെ ഇപ്പോ ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ മൂഡ് സ്വിങ്സിന്റെ കാര്യം. അത് ചിലപ്പോ സ്ത്രീകൾക്ക് ഈ ആർത്തവ സമയത്ത് ചിലർക്ക് ദേഷ്യമാണ്, വേദന മാത്രമല്ല, ഒരു ആർത്തവം വരുന്നതിന് മുമ്പ് തന്നെ, ചിലർക്ക് ആഴ്ചകൾക്ക് മുന്നേ തന്നെ അവരുടെ മൂഡുകളും ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ദേഷ്യം, പെട്ടെന്ന് സങ്കടം വരിക, ഇതൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ, ചിലപ്പോൾ അത് ഡിവോഴ്സിന് വരെ കാരണമാകുന്ന തരത്തിലേക്ക് പോകാറുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. ഇവർക്ക് ഈ ദേഷ്യം ഉണ്ടാകുന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത്. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവര് പാർട്ട്ണർ അത് മനസ്സിലാക്കുന്നില്ല. ശരിക്കും ഒരു പങ്കാളി, അത് കാമുകനായാലോ ഭർത്താവായാലോ, സ്ത്രീയുടെ ഈ ഒരു അവസ്ഥയും കൂടി മനസ്സിലാക്കേണ്ടത് ശരിക്കും അത്യാവശ്യം തന്നെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഐ ഹാഡ് നോ ക്ലൂ. ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ഒരു പ്രോജക്റ്റ്, ഒരു MP എന്നുള്ള രീതിയിൽ ഒരു പ്രോജക്റ്റ് നടത്തണം, ആ പ്രോജക്റ്റിൽ 1 ലക്ഷം കപ്പ് കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ഫ്രീഡം എന്ന് പറയുന്നത് ഈ കപ്പിന്റെ പൈസ കൂടാതെ ഞങ്ങൾക്കിത് സ്വതന്ത്രമായി ഒരു ക്രിയേറ്റീവ് സ്പേസ് കൂടിയായി. നമ്മൾ മ്യൂസിക്, ആര്യ ദയാൽ നല്ലൊരു മനോഹരമായ മ്യൂസിക്, നമ്മുടെ N വേണുഗോപാലിന്റെ
വൈഫാണ്. ഉം. ശശികല ചേച്ചി സിനിമയ്ക്കൊക്കെ പാട്ട് എഴുതുന്നു. ശശികല ചേച്ചിയാണ് ഈ പാട്ട് കാലം മാറി കഥ മാറി എന്ന് ഉം. പറയുന്നൊരു പാട്ട് എഴുതി അത് വീഡിയോഗ്രാഫി ചെയ്തു. പിന്നെ നമ്മൾ ആഡ്സ് ഐശ്വര്യ ലക്ഷ്മി ചെയ്തു, ഒരുപാട് സെലിബ്രിറ്റീസ് ജോയിൻ ചെയ്തു. അങ്ങനെ ഒത്തിരി ക്യാമ്പയിന് സഹായകരമായ ഒരുപാട് ഇതൊരു ടോക്കായി. ഉം. ഇത് ഒരു ഇതിനെതിരെ പറയുന്ന ആൾക്കാർ ഔട്ട് ഓഫ് ഫാഷൻ ആവും എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഈ ക്യാമ്പയിനെ കൊണ്ട് ചെന്നെത്തിച്ചു. ആ. അപ്പൊ ബേസിക്കലി ഞങ്ങളുടെ ക്യാമ്പയിൻ്റെ ഒരു ലേറ്റർ സ്റ്റേജിലാണ് നമ്മൾ തന്നെ എവിടെന്നോ നമുക്കൊരു ചിന്തയുണ്ടായി ഇത് സ്ത്രീകളെക്കാൾ കൂടുതൽ അത് ഒരു എൻ്റെ ഒരു ആലോചനയിലും എല്ലാം ഇത് സ്ത്രീകൾക്ക് വേണ്ടി കപ്പ് ഉപയോഗിക്കുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള ബെനിഫിഷ്യറീസ് പുരുഷന്മാർ കൂടിയാണ്. ഇതിൻ്റെ മനസ്സിലാക്കേണ്ട ആൾക്കാർ കൂടുതൽ പുരുഷന്മാരാണ്. ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് എന്താണ് ഇതെന്നുള്ളത്. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എല്ലാവരും ലൈഫിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അത് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കൂടുതൽ അത് മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ്. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല, അങ്ങനത്തെ ഒരു വിഷമ ഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നില്ല. ആൻഡ് ദേ ഗോ ദിസ് എവറി മന്ത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ് നന്നായി ചർച്ച ചെയ്യപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2022 ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ ചെയ്ത് ഇപ്പോൾ 3 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ അന്ന് കണ്ടൊരു സൊസൈറ്റി അല്ല. ഇറ്റ് ഇസ് ട്രാൻസ്ഫോം. ഐ എം വെരി ഗ്ലാഡ്. അങ്ങനെ ആളുകൾ സംസാരിക്കുന്നു, ഗവൺമെന്റുകൾ മെൻസ്ട്രുവൽ ലീവ്സ് ബില്ലായി കൊണ്ടിരുന്നു, നിയമമായി പാസ്സാക്കുന്നു. ഗവൺമെന്റ് ഓഫ് കേരള തന്നെ പണം കൊടുത്ത് ഹരിത കേരള മിഷൻ വഴി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പഞ്ചായത്തുകളും കുട്ടികളും, അതായത് ഇത് ഓരോ വർഷവും കൂടുതൽ ആളുകൾ മെൻസ്ട്രുവേറ്റ് ചെയ്യുന്ന ആളുകൾ വരുന്നതാണ്. അവരെല്ലാം അത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. കോളേജ് യൂണിയനുകൾ എല്ലാ വർഷവും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രോഗ്രസീവ് ക്യാമ്പയിനായി, അതൊരു ചർച്ചയായി എന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ. അത് പിന്നീട് പല ആൾക്കാരും ഫോളോ ചെയ്തു. ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ ഇതൊരു കേസ് സ്റ്റഡിയാണ്. മലയാളികളായിട്ടുള്ള കുട്ടികൾ അവിടെ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ MP ആണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരു ക്ലാസ് എടുത്തു. UK പോയിട്ട് ഒരു ക്ലാസ് എടുത്തു, ഒരു ഇന്ററാക്ഷൻ നടത്തി. BBC ഇത് ക്യൂവിന്റെ മരണത്തിന് ശേഷം ഏറ്റവും വലിയ വാർത്ത 10 days ഇതായിരുന്നു, ഈ ക്യാമ്പയിൻ ആയിരുന്നു. സോ ബൈ ആൻഡ് ലാർജ് ഇറ്റ് വാസ് എ നൈസ് ക്യാമ്പയിൻ. ഇനി നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറച്ച് നടന്നു, ഇനി കുറച്ച് ഇരിക്കാം. അപ്പോൾ ഈ സർക്കാർ സ്കൂളുകൾ, തൻ്റെ മണ്ഡലത്തിലെ സർക്കാർ സ്കൂളുകളിൽ 1 രൂപയ്ക്ക് സാനിറ്ററി പാഡ് എന്ന ആശയം കൊണ്ടുവന്നതിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാനിറ്ററി പാഡ് വാങ്ങുന്നത് ഇത്ര വലിയ സാമ്പത്തിക പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാകും. കാരണം ഈ തുണി ഇപ്പോഴും ആർത്തവ സമയത്ത് തുണി മടക്കി ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. കാരണം പലരെയും സംബന്ധിച്ച് സാനിറ്ററി പാഡ് വാങ്ങിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രശ്നമായിട്ട് പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് 1 രൂപയ്ക്ക് സാനിറ്ററി പാഡ് സ്കൂളുകളിലേക്ക് നൽകിക്കൊണ്ട് ഒരു വലിയ തുടക്കം കുറിക്കുന്നത്. ശരിക്കും അതിനുള്ളൊരു റെസ്പോൺസ് ഈ കുട്ടികളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടോ? അല്ല, ഞാൻ പോകുന്ന സ്കൂളുകളിൽ മാത്രമല്ല, പല സ്കൂളുകളിലും ഇൻ്റർവ്യൂസിലും ഒക്കെ കുട്ടികൾ വളരെ പോസിറ്റീവായിട്ട് പറയുന്നത് കേൾക്കുന്നുണ്ട്. നമ്മളുടെ ഒരു കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മളൊരു ഡൽഹിയിൽ നോക്കിയാൽ, ഞാൻ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് NGOs എന്നെ കോൺടാക്ട് ചെയ്തു, നിങ്ങളെങ്ങനെ ഇത് ചെയ്തതെന്ന് ചോദിച്ചിട്ട്. കാരണം ഡൽഹിയിൽ തന്നെ സിറ്റി വിട്ടാൽ റൂറൽ ഏരിയാസിൽ ഇപ്പോഴും തുണി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഈ പ്രോജക്റ്റ് കാണാൻ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ രാജസ്ഥാൻ, പ്രിൻസസ് ദിയ കുമാരിയുടെ ഒരു NGO, അവരുടെ പേരിലുള്ള ഒരു NGO എന്നൊരു ഇറ്റാലിയൻ ലേഡി കൊച്ചിയിൽ ഈ പ്രോജക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡേ വന്നിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഇത് വലിയ അത്ഭുതമാണ്. കേരളത്തിൽ ഉണ്ടാകാം ഇപ്പോഴും, പക്ഷേ കമ്പാരിറ്റീവ്ലി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വളരെ ഏറ്റവും കുറവ് കേരളത്തിലായിരിക്കും തുണി ഉപയോഗിക്കുന്നത്. ആ സാനിറ്ററി നാപ്കിൻ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ എന്നത് ആശയത്തെക്കാൾ കൂടുതൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ട്രാൻസിഷൻ, ഒരു സാംസ്കാരികപരമായ ഒരു വ്യതിയാനം ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിനെ പരിവപ്പെടുത്തിയെടുക്കുക. അതായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതൊരു എനിക്ക് തോന്നുന്നു ഒരു 90% കുട്ടികൾക്കും ആ ഒരു സാമ്പത്തികം ഒരു ഫാക്ടർ ആയിരിക്കും തോന്നുന്നില്ല. പക്ഷെ ഓഫ് കോഴ്സ് ഇപ്പോഴും അങ്ങനെ നമ്മളോട് പറയാത്ത അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുക ഇത്
താങ്കൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഇത് എല്ലാവരും കാണുന്നിടത്ത് തന്നെ അത് വെക്കണം എന്നുള്ളത്? നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബ്രെഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴും പലർക്കും ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയാലാണെങ്കിലും സാനിറ്ററി പാഡ് ഉണ്ടോ എന്ന് ചോദിക്കാനൊക്കെ മടിയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ ഒരു ഇത് ഇപ്പോ എനിക്ക് ഒരു പീരിയഡ്സ് ആവുകയാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനോട് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി വരാറുണ്ട്. പക്ഷെ ഇപ്പോഴും പലർക്കും ഇതിങ്ങനെ തുറന്ന് പറയുക എന്ന് പറയുന്നത് വലിയ പ്രശ്നം. ഇതെന്തോ ഒളിച്ചു വെക്കേണ്ട ഒന്നാണ് എന്ന് ചിന്തിക്കുന്നവർ ഇപ്പോഴും നമുക്കിടയിലില്ലേ? അല്ല, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒരുപാട് ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെ രണ്ട് വശമുള്ള ആൾക്കാരുണ്ട്. അത് ഇംപ്യൂർ ആണ് എന്ന് പറയുന്ന, ഇപ്പോഴും ആ, ആ, ഇപ്പോഴും ഒരുപാട് കുക്ക് ചെയ്യാൻ പാടില്ല. റൂറൽ കേരളയിൽ ഇപ്പോഴും അങ്ങനെ ആ സമയത്ത് കിച്ചണിൽ കയറാൻ പാടില്ല. അങ്ങനത്തെ നമ്മളിപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ അതിന് വലിയൊരു ഉദാഹരണമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. കുറേ മാറി, നമുക്ക് മുഴുവനായിട്ട് മാറി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്കൂൾ കോളേജ് സമയത്ത് വാങ്ങിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ സിസ്റ്ററിന്. പക്ഷെ ഇപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ പ്രോബ്ലം. ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഇടയ്ക്ക് അതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ ആ എൽഡർലി ജനറേഷൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും പ്രശ്നമായിട്ട് കാണുന്ന ആളുകളുണ്ടാകാം. പക്ഷെ അതിലൊരു വലിയ ചേഞ്ച് സൊസൈറ്റിയുടെ ഒരു ബിഹേവിയർ പാറ്റേണിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോ ഈ ആർത്തവ വേദനയെ കുറിച്ചാണെങ്കിലും കപ്പിനെ കുറിച്ചാണെങ്കിലും ഈ സംസാരിക്കുന്നതിൽ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള സ്ത്രീകൾ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്കെപ്പോഴും ഒരു വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ. വൈഫിൻ്റെ ഒരു ഇനോർമസ് സപ്പോർട്ട് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് പല സന്ദർഭങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു നമ്മൾ വീട്ടിൽ നിന്ന് ആണല്ലോ ചിലപ്പോൾ നമ്മളുടെ കോൺവെർസേഷൻസിലൊക്കെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതും, പിന്നെ അതിന് കിട്ടുന്നൊരു സപ്പോർട്ടും, അതിലൊരു വിമൻ പെർസ്പെക്റ്റീവ്, ഞാൻ എത്ര പ്രോഗ്രസീവ് ആണെന്നും എല്ലാം പറഞ്ഞാലും ഒരു വിമൻസ് പെർസ്പെക്റ്റീവ് എപ്പോഴും ഐ തിങ്ക് ദാറ്റ് ഹാസ് എ കോൺട്രിബ്യൂഷൻ. ഇപ്പോഴാണെങ്കിൽ മോളും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. പറയുന്നുണ്ട് അവളും ടീൻസിലേക്ക് വരികയാണ്. ചില കളിയാക്കലിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ പല വേദികളിലും ഞാൻ കേട്ടിട്ടുണ്ട് ആർത്തവത്തെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ. ഇങ്ങനെ സംസാരിക്കുക, ഒരു പുരുഷൻ ആർത്തവത്തെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും കളിയാക്കൽ കേൾക്കുന്ന ഒരു വിഷയം തന്നെയല്ലേ? കുറേ മാറി. ഞാൻ പറഞ്ഞല്ലോ, ഈ 2022 ക്യാമ്പയിൻ അതിനൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കി. ശരിക്കും സ്ത്രീ പറയുന്നതിനേക്കാൾ പുരുഷൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾ കൂടുതൽ കേൾക്കുന്നു, അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല. ഇത് ഞാൻ ഈ ക്യാമ്പയിൻ എല്ലാം കഴിഞ്ഞ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നൊരു ആള് ചാലക്കുടിയിൽ നിന്ന്, അവിടെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ സമ്മതിച്ചു, ഇത് ഭയങ്കര ഒരു ബോൾഡ് മൂവായിരുന്നു. കാരണം ഇത് ചിലപ്പോൾ തിരിച്ചടിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമായിരുന്നു. നിങ്ങളതിനെ വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇതിലുള്ളൊരു കാര്യം, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ എവിടേക്കോ ആളുകൾ പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. അവർ സ്ത്രീകൾ തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്ന ചില പുരുഷന്മാരും ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേഖല, അത് നമ്മൾ തന്നെ സപ്രസ് ചെയ്ത് വയ്ക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ജനപ്രതിനിധി, പ്രത്യേകിച്ച് എൻ്റെ സ്റ്റേച്ചറിലുള്ളൊരു ജനപ്രതിനിധി അതിന് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മളുടെ കീഴിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ആണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറേ കൂടി കോൺഫിഡൻസ് ലഭിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ കൂടുതൽ ഇയാൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നോമായി മാറി. അത് ഇറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് സെൻസ്. ഞാൻ പറയില്ലേ, 2022 ഇൻ്റർനാഷണൽ വുമൻസ് ഡേയും നിങ്ങൾ ഇപ്പോഴും നോക്കുമ്പോൾ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. കാരണം എന്നെ വിളിക്കുന്ന മലപ്പുറം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് വിളിക്കുന്നുണ്ട്, പാലയിലെ സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സ് വിളിക്കുന്നുണ്ട്, കോളേജ് യൂണിയനിലെ സ്റ്റുഡൻസ് വിളിക്കുന്നുണ്ട്. അവിടെ എല്ലാം നമ്മൾ പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോവാറുണ്ട്. അവർ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യും. എനിക്ക് ഈ വിഷയം എപ്പോൾ ചോദിച്ചാലും ഏത് സമയത്ത് എവിടെ വേണമെങ്കിലും എനിക്ക് പ്രസംഗിക്കാനുള്ള മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അന്ന് പാർവതിയുടെ സ്റ്റേജിലിരിക്കുമ്പോൾ പാർവതി ബട്ടർഫ്ലൈ ഫോൾഡും സീ ഫോൾഡും ഒക്കെ എനിക്ക് കാണിച്ചു തരായിരുന്നു. ഇതിൻ്റെ ഇൻസേർഷൻ, ഇതൊരു വാക്യൂമായിട്ട് ഇരിക്കുന്നത്, ഇതെങ്ങനെ അവിടെ ഇരിക്കുന്നു, ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു, ഇത് ആദ്യം ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, വലിച്ചെറിഞ്ഞ ആളുകളുണ്ട്, പിന്നീട് ട്രൈ ചെയ്യുമ്പോഴാണ് അത് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് പിന്നീട് നമ്മളിത് ക്യാമ്പയിനാക്കി മാറ്റിയത്. ആ കുമ്പളങ്ങിയിൽ ഗവർണർ വന്നിട്ട് ഇന്ത്യസ് ഫസ്റ്റ് സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് എന്ന് കുമ്പളങ്ങിനെ ഡിക്ലെയർ ചെയ്തു.
അപ്പോൾ അതൊരു ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ എന്നുള്ളൊരു രീതിയിലായിരുന്നു. ഇറ്റ് വാസ് അക്സെപ്റ്റഡ് വെൽ. ചില ആൾക്കാർ ഇപ്പോഴും അത് പറയുമ്പോൾ നെറ്റി ചുളിക്കുന്ന ആൾക്കാരുണ്ടാകാം, പക്ഷെ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഇങ്ങനെയും ചോദിക്കാമല്ലോ അല്ലേ, വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ, എന്തിനാ ഇത് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം. നിനക്കൊന്നും വേറെ പണിയില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത് ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. എന്നെ സ്വീകരിച്ചത് ജനങ്ങളാണ്. എനിക്കതിൻ്റെ ഒരു റിയാക്ഷൻ എന്താണെന്നറിയാം. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾ ക്രോസ് സെക്ഷനാണ്, നമ്മുടെ സൊസൈറ്റിയിലെ ക്രോസ് സെക്ഷൻ ഓഫ് ദ വിമൻ. അതിൽ ജാതി, മതം, പണം, സാമൂഹിക സ്റ്റാറ്റസ് ഇതൊന്നും ഇല്ലാതെ ആൾക്കാർ വന്ന ക്യാമ്പയിനാണ്. സോ ഐ വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ്. ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നമ്മൾ ആ ആർത്തവത്തിലിരിക്കുന്ന ഒരു സ്ത്രീയെ എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്? എങ്ങനെയാണൊരു അവരെ ഒരു ബെറ്റർ, അല്ലെങ്കിൽ അവരെ ഒരു നല്ല രീതിയിലേക്ക് അവരുടെ ആ ഒരു മൂഡൊക്കെ ഒന്നുമില്ല, നമ്മൾ അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ വൈഫിനാണെങ്കിൽ ആൾ ചിലപ്പോൾ ഭയങ്കര സ്വീറ്റ് ക്രേവിങ് ഉള്ള ആളാണ്. ആ സമയത്ത് നമ്മൾ കൂടുതൽ അവരോട് ഹാർഷാവാനോ അവരായിട്ടുള്ളൊരു കോൺവെർസേഷനിൽ അവർ പറയുന്നത് കേൾക്കാനോ, അവർക്കൊരു ലിസ്ണിങ് പാർട്ട്ണറിനെ മതി. നമ്മൾ കൂടുതലൊന്നും ചെയ്തു കൊടുക്കണ്ട. അവർക്ക് അവരുടേതായ ചില ആൾക്കാർ മരുന്ന് കഴിക്കും, ചില ആൾക്കാർ റെസ്റ്റ് എടുക്കും, ചില ആൾക്കാർ ഓവറായിട്ട് വർക്ക് ചെയ്യും. പല രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അവരെ കേൾക്കാനും അവരവരുടെ ആങ്സൈറ്റിയും ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ നമ്മൾ അതിൽ വേറെ കോൺട്രവേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ വിപരീതമായിട്ടൊരു കാര്യം പറയാതിരുന്നാൽ മാത്രം മതി. അവരെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ തന്നെ they are going through this time and they need attention and they need affection. ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് ആർത്തവ സമയത്ത് സ്ത്രീകൾ കുറച്ചുകൂടി അറ്റൻഷൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. അവർ കുറച്ച് പാമ്പറിങ് ആഗ്രഹിക്കും. അവർ കുറച്ച്, ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഒരു ഡ്രൈവിന് പോയാൽ, ചിലപ്പോൾ ഒരു ഐസ്ക്രീമിന് പോയാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇതിനൊന്നും ഒരു മൂടുള്ള സമയമായിരിക്കില്ല. അവർക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്യണം എന്നുള്ളതായിരിക്കും. ടു മച്ച് ഓഫ് വർക്ക് നമ്മൾ അതെടുത്തിട്ട് പോവാ, ഇതെടുത്തിട്ട് പോവാ, അവിടെ ഡ്രസ്സ് എവിടെ, ഇതെവിടെ എന്നൊക്കെ ആ സമയത്ത് പറയാൻ നിൽക്കും. അനുഭവം ഉള്ള പോലെ ആ സമയത്ത് അപ്പോൾ നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടുമ്പോൾ അതെ ഇവിടുന്ന് പേടിച്ചാണ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു അവർക്ക് ഫിസിക്കൽ വർക്കല്ല നമ്മൾ കൊടുക്കുന്നത്. ഫിസിക്കൽ വർക്ക് ചെയ്യാൻ ചിലപ്പോൾ ദേ മൈറ്റ് നോട്ട് ബി റെഡി ഫോർ ദാറ്റ്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് എക്സ്ട്രീംലി ചില ആൾക്കാർക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിമൻ. ചില ആൾക്കാർ എക്സ്ട്രീം ബ്ലീഡിങ് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരായിരിക്കും, എക്സ്ട്രീം പെയിൻ ഉള്ള ആൾക്കാരായിരിക്കും, എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാരായിരിക്കും. പല ആൾക്കാർക്കും പല രീതിയിൽ. ചില ആൾക്കാർ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പം ചില സമയങ്ങളിൽ ഇപ്പം സ്ത്രീകൾക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ശരിയായ രീതിയിൽ അറിയാത്തതുപോലെ ചിലപ്പോൾ ഫീൽ. കാരണം ചില സമയങ്ങളിൽ ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന ചില ഇൻബാലൻസുകളുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഓവർ ബ്ലീഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ പലപ്പോഴും ഇത് ഹോസ്പിറ്റലിലേക്ക് പോവാൻ മടിക്കുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്കിടയിൽ തന്നെ ആണെങ്കിലും, ഇപ്പോൾ സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ അവർ പറയും 3 മന്തായി പീരീഡ്സ് ആയിട്ട് എന്നൊക്കെ ചിലർ പറയുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു ഇൻബാലൻസ് വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയൊന്ന് കാണിക്കാം എന്ന രീതിയിലേക്ക് ഇപ്പോഴും പലരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അവർ ദേ അണ്ടർസ്റ്റാൻഡ് ദ ബോഡി ബെറ്റർ ദാൻ എനിബഡി എൽസ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ്, ബ്ലോട്ടിംഗ് ഉണ്ടാകും, വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകും, ബോഡി ഭയങ്കര പഫ്ഡായിട്ട് തോന്നും. ഇതെല്ലാം ഏറ്റവും നന്നായി ഫീൽ ചെയ്യുന്നത് PMSing ഉണ്ടാവും. അതെല്ലാം അവർക്കാണ് ഫീൽ ചെയ്യുന്നത്. അവരാണ് റൈറ്റ് മെഡിക്കേഷൻ എടുക്കേണ്ടതാണെങ്കിലും ഇത് ചെയ്യേണ്ടതാണെങ്കിലും ഇത്ര 28 days കൃത്യമായ അതെല്ലാം നോക്കുന്ന അവരാണ്. എനിക്ക് തോന്നുന്നു എക്സ്ട്രീം കണ്ടീഷൻസിൽ മാത്രമേ അങ്ങനെ ഒരു മെഡിക്കൽ ഹെൽപ്പിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ദേ ആർ ദ ബെസ്റ്റ് ഡോക്ടേഴ്സ്. അവർക്ക് അവരെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. നമ്മൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാതെ കൂടെ നിന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെയാണ് ഈ ആർത്തവ അവധി എന്ന് പറയുന്നത്. ഈ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ അതിനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകളുണ്ട്. അതെ, എതിർക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകളുണ്ട്. പക്ഷെ അത് ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ അവധി എടുക്കണമെന്ന് നിർബന്ധമില്ല. അവധി എടുക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാരൊക്കെ എക്സ്ട്രീം ബ്ലീഡിങ് കണ്ടീഷൻസ്, അവർക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലീഡിങ് ആദ്യത്തെ 2 ദിവസമുള്ള ആൾക്കാരുണ്ടാവും.
ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ടാകും, ഭയങ്കര പെയിനുള്ള ആൾക്കാരുണ്ടാകാം. അപ്പോൾ ഒരു കോർപ്പറേറ്റ് വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജോലിക്ക് പോകുമ്പോഴും നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും ഒക്കെ അങ്ങനെ ഫിസിക്കലി പ്രശ്നമുള്ള ആളുകൾക്ക് ദേ ഹാവ് എൻ ഓപ്ഷൻ. ഇഫ് യു വാണ്ട് യു ക്യാൻ ടേക്ക്. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദറ്റ് യു ഷുഡ് ടേക്ക്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് യു എനി ലെസർ എന്നുള്ളതല്ല. ഇറ്റ്സ് എൻ ഓപ്ഷൻ. അത് ഉണ്ടെങ്കിൽ എടുക്കേണ്ടവർക്ക് എടുക്കാം. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആണ്, ഇന്ന് മിസ് ചെയ്യേണ്ടെന്നുള്ളവർക്ക് ദേ ക്യാൻ ഗോ. നോബഡി ഈസ് ഫോഴ്സിങ് യു ടു ടേക്ക് ദാറ്റ്. ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തതിന് ശേഷം ഇപ്പോൾ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും അവർ സംസാരിച്ചിട്ടുള്ളതും അവരിതിനെക്കുറിച്ച് താങ്കളോട് ചർച്ച ചെയ്തിട്ടുള്ളതുമായ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ സമയത്ത് ഇതിന് ശേഷം അവരിൽ നിന്നൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെ ഒരു ഇതിപ്പോൾ പല സ്ഥലങ്ങളിലും ഡിസ്കഷൻ ആയി, മാധ്യമങ്ങളിലും പാർലമെൻറ്റിലും ഒക്കെ. പക്ഷെ അതൊരു ഒരു 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 ഭയങ്കര വലിയൊരു എഫേർട്ട് ഒരു പ്രൊജക്റ്റായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റോ ഒന്നും അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു റിയലൈസേഷൻ അത് മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റും ഇത് പലപ്പോഴും നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് നമ്മുടെ കായലുകളിലും പുഴകളിലും നമ്മുടെ കടലിലുമൊക്കെയാണ്. ഇത് പല സ്ഥലത്തും കെട്ടിക്കിടക്കാറുണ്ട്, പല സ്ഥലത്തും കത്തിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ് ഒരു ഹരിത കേരള മിഷൻ പോലെ ഒരു ഓർഗനൈസേഷൻ ഇതിന് എൻടൈറ്റിൽ ചെയ്തു, അതിന് പണം നീക്കി വെച്ചു എന്നുള്ളതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. അങ്ങനൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ഐ ഹാവ് ഡൺ എ ലോട്ട് ഓഫ് ക്യാമ്പയിൻസ്, ഡിസ്കഷൻസ്, മാധ്യമങ്ങളിലും ഒരുപാട് ഓർഗനൈസേഷൻസ് ഇതിനു വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ ആസ് എ ബോഡി കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ പരിപാടിക്ക് ശേഷം തോന്നുന്നു ഇപ്പം ഗ്രാമപഞ്ചായത്തുകളൊക്കെ മുഖേന ഇങ്ങനെ മെൻസ്ട്രൽ കപ്പുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നു. അവർ പ്രൈവറ്റ് എൻറ്റിറ്റീസിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നുണ്ട്. കോളേജസിൽ കുട്ടികൾ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വർക്ക് നടക്കുന്നുണ്ട്, ഒരു വലിയ അവയർനെസ് നടക്കുന്നുണ്ട്. ഇതിലായിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി ഇതിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് NGOs ആർ വർക്കിംഗ് ഫോർ ദ കോസ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സംസാരിച്ചതിന് വളരെ നന്ദി. കാരണം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ അതൊരു അങ്ങനെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തൊരു സമയത്തായിരുന്നു അതിനെക്കുറിച്ച് MP സംസാരിക്കുന്നു, അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണ് ആർത്തവത്തിൻ്റെ വേദന എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടതിൻ്റെ എങ്ങനെയാണത് മനസ്സിലാക്കി കൊടുക്കുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് പ്രശംസനീയമാണെന്ന് തോന്നുന്നതോടൊപ്പം തന്നെ കുറേ സിറ്റികളിലേക്കൊക്കെ ഇത് വന്നിരുന്നെങ്കിലും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു വരുന്നത്. കാരണം ഞങ്ങൾ അനുഭവിക്കുന്ന വേദന അത് പുരുഷന്മാരും കൂടി അനുഭവിക്കുന്നത് അവർക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് കൂടി വിചാരിച്ച സമയമായിരുന്നു അത്. വളരെ നന്ദി. സംസാരം കഴിഞ്ഞാൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.